ഇവയുടെ ഇടയിൽ ആരാണ്? ജൂലിപ്പെണ്ണ്. ഞാൻ അവിടുത്തെ ചവറെല്ലാം അടിച്ചു കൂട്ടി തീയിട്ടു കേട്ടോ. എന്തെല്ലാം സപ്പും ചവറുമാണ് കടിച്ചു കൊണ്ട് വന്നേക്കണേന്നറിയോ. തുണികളും അതും ഇതും ഇതൊക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവള് ചപ്പും ചവറാക്കി കൊണ്ടുവന്നേക്കണതാ. അതുകൊണ്ട് ചീത്തയാക്കി അഴുക്കിലിട്ടൊന്നും അവരെടുക്കില്ല. എന്താ ചെയ്യുക? വേസ്റ്റ് കത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് രൂപ കൊടുത്ത് സാധനം കൊടുക്കണേ. പക്ഷേ ജൂലിയെ കൊണ്ട് എനിക്കൊരു രക്ഷയില്ല. എങ്കിലും ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് കാരണം നോക്കുകയാണ് എന്തിനതൊക്കെ അടിച്ചു വാരി കളഞ്ഞ്, എനിക്ക് കളിക്കാനുള്ളതല്ല. അപ്പോഴും എന്തോ കിട്ടി, ഒരു ബ്രഷോ എന്തോ ഒറ്റ. അത് പിന്നെ നമുക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ, പ്ലാസ്റ്റിക് അല്ലേ. ഇത് തുണി, ചാക്ക് അങ്ങനെ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ കത്തിച്ചത്. പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് ആ ബ്രഷ് കിട്ടി. എന്നാൽ ഇതെങ്കിൽ ഇത്. ഇന്നാണെങ്കിൽ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നെന്താണെന്നറിയില്ല. അവിടെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസം അങ്ങനെയാണ്, അവളെ വേസ്റ്റൊക്കെ പോയി തിന്നും. ഇന്നലെ ആരോ പറഞ്ഞു വേസ്റ്റ് തിന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് നല്ല സ്വഭാവം പഠിപ്പിക്കാന്ന് വെച്ചാൽ നന്നാവില്ല. കാരണം ഇവർ പണ്ടേ തെരുവിൽ വളർന്നവരല്ലേ. അതുകൊണ്ട് ഏതൊരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എന്തോ നല്ല മണമൊക്കെ ഉള്ള എന്തോ വൃത്തികെട്ട മണമുള്ളത് കഴിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓടിച്ച് കളഞ്ഞിട്ട് അത് എടുത്ത് തോണ്ടി ദൂരേക്ക് കളഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു.